ഇതെങ്ങനെ ഈ പുല്ലൊക്കെ ഇതിന്റെ ഇടയ്ക്ക് വളർന്നേ? ആ എത്ര അത്? ശാന്തേച്ചി എവിടെ പോയതാ? ഇന്നലെ കണ്ടില്ലല്ലോ വീട്ടില്. അതിവിടെ റോഷനെ ഒരു പുതിയ അപ്പാർട്ട്മെന്റ് വാങ്ങിയില്ലേ, അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി അങ്ങോട്ടൊന്ന് പോയതാ. അപ്പാർട്ട്മെന്റോ? എപ്പോ? അത് നീ അറിഞ്ഞില്ല? ഇല്ല, ഞാൻ അറിഞ്ഞില്ല. കഴിഞ്ഞ മാസം എങ്ങാണ്ടാ. ആ ആ ആ. അവനെ അടുത്തൊരു ഹോസ്പിറ്റല് തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലേ? എത്ര പെടുന്ന അപ്പാർട്ട്മെന്റ് വാങ്ങിയോ? ആ ഹോസ്പിറ്റലിൽ തുടങ്ങി, അതിന്റെ പൂജയ്ക്കൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. ഓ ആ ആ. ശരി, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, ഇപ്പൊ വരാം. ആ നീ വാ. അല്ല, ഇതിവിടെ കിടക്കട്ടെ, അതറിഞ്ഞിട്ട് വരാം. നിങ്ങൾ എന്താ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാനിവിടെ മാറാലൊക്കെ തട്ടിയടിച്ചിട്ടല്ലേ പോയത്. നീ മാറല് തട്ടിടിച്ചിട്ട് പോയതാ? ഈ ഫാനിന്റെ ചുറ്റും പൊടി കിടക്കുന്നു, അത് ക്ലീൻ ചെയ്യട്ടെ. ആ, നിങ്ങൾ ഈ ഫാനും ക്ലീൻ ചെയ്തോണ്ടിരുന്നോ? അതൊക്കെ നിങ്ങളെ കൊണ്ട് പറ്റും. എന്നാ പിന്നെ നിനക്കിത് മര്യാദയ്ക്ക് ചെയ്തൂടെ? ഈ പകുതി ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? ഇതാ മുറ്റത്ത് പുല്ല് പറിച്ചിട്ടു, എന്നിട്ട് നീ എവിടേക്കാ പോയത്? ഞാൻ ആ ശാന്തേശിന്റെ വീട്ടിലേക്ക് പോയതാ. ഇത്ര നേരം അവിടെ ആയിരുന്നു. അവിടെ എന്താ വിശേഷം? അവിടെ വിശേഷമൊന്നുമില്ല. പക്ഷെ നമ്മുടെ അവനില്ലേ, ആ റോഷൻ, ഗിരിജേശിന്റെ മോൻ, അവൻ പുതിയൊരു അപ്പാർട്ട്മെന്റ് വാങ്ങിയത്രേ. അപ്പൊ ഇവരൊക്കെ ഇന്നലെ അവിടെയായിരുന്നു. അപ്പൊ അത് പറയാൻ വേണ്ടിട്ട് വിളിച്ചതാ. ആഹാ, അവൻ പുതിയ അപ്പാർട്ട്മെന്റ് വാങ്ങിയോ? അല്ലാണ്ട് പിന്നെ, അങ്ങനെയാണ് ആമ്പിള്ളാര്. ഇന്നലെ ജനിച്ച പയ്യനതാ അപ്പാർട്ട്മെന്റ് വാങ്ങിയിട്ട് അതിന്റെ ഇനോഗ്രേഷൻ നടത്തിയ ആൾക്കാരെയൊക്കെ ക്ഷണിച്ചിരിക്കും. ഇവിടെ 10-25 വർഷമായി പണിയെടുക്കാൻ തുടങ്ങിയിട്ട്. നിങ്ങൾ ഇതാ ഈ ഫാനില് മാറാല തട്ടിക്കളിക്കുന്നു. എന്തൊരു വ്യത്യാസം നോക്ക്. അതിന് അവൻ അപ്പാർട്ട്മെന്റ് വാങ്ങി ഞാൻ എന്ത് ചെയ്യണം? നിങ്ങൾ എന്ത് ചെയ്യാൻ? നിങ്ങൾ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ ഈ ഫാനും ക്ലീൻ ആക്കിക്കൊണ്ടിരുന്നോ. പിന്നെ കുറച്ച് പുല്ലുണ്ട് പറഞ്ഞല്ലേ മുറ്റത്ത്, അതൊക്കെ കുറച്ചുകൂടി ചെത്തിപ്പറിച്ചിട്ട് മിണ്ടാണ്ട് വീട്ടിലിരുന്നോ. അതല്ലേ പറ്റൂ. നിനക്കിപ്പോ എന്താ വേണ്ടത്? ഇന്നും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി അറിയിരിക്കുക. ആ, എനിക്കറിയാം. ഞാൻ എന്തെങ്കിലും കാര്യം പറയാൻ വന്നാലേ പ്രശ്നം ഉണ്ടാക്കാവുന്നവളെ. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതാ ഈ ഇരിപ്പ് ഇങ്ങനെ ഇരിക്കലേ പറ്റൂ. വേറെ ഒന്നും ഉണ്ടാവില്ല നമ്മുടെ ജീവിതത്തില്. നിങ്ങൾക്ക് അറിയോ, ഈ പണക്കാരില്ലേ, അവര് പിന്നെയും പണക്കാരെ കൊണ്ടിരിക്കും. നമ്മളെ പോലുള്ള പാവങ്ങളോ അങ്ങ് താന്ന് പോകും. അതെന്തുകൊണ്ടാന്ന് ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ? അതിപ്പോ എന്ത്, അവരിൽ ഇഷ്ടംപോലെ പൈസ ഉണ്ട്, അതുകൊണ്ട് അവര് പണക്കാര്. നമ്മളിപ്പോ ഈ മാസം പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ആ മാസം ചെലവനായി. അടുത്ത മാസം വേണമെങ്കിൽ പിന്നെയും പണിയെടുക്കണം. ആ, ഓരോ ദിവസവും പണിയെടുത്തിട്ട് അന്നത്തെ ചെലവ് മാത്രം കഴിഞ്ഞാൽ മതി, വേറെ ഒന്നും വേണ്ട. ഇങ്ങനെയാണെങ്കിൽ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ തന്നെ ജീവിച്ചു കൊണ്ടുവരും. അതെ, നമുക്ക് മാറി ചിന്തിക്കാൻ സമയമായതിനു വേട്ടാ. എങ്ങനെ മാറി ചിന്തിക്കാൻ? നമുക്കൊരു അപ്പാർട്ട്മെന്റ് വാങ്ങിയാലോ? അപ്പാർട്ട്മെന്റോ? ആ, വാങ്ങാലോ. എത്ര നിലയുള്ള വേണം? അവൻ വാങ്ങിയത് 10 നിലയുള്ളതാ. ഓരോ ഫ്ലോറിലും 4 ഫ്ലാറ്റ് വെച്ചിട്ടുണ്ടെന്നാ പറഞ്ഞേ. നമുക്ക് അത്രയൊന്നും വേണ്ട, നമുക്കൊരു 5-6 നിലകളോ മതി. ഒരു ഫ്ലോറിൽ ഒരു 2 ഫ്ലാറ്റ് ആണെങ്കിലും സാരമൊന്നുമില്ല. എങ്ങനെയെങ്കിലും ഒരു അപ്പാർട്ട്മെന്റ് കിട്ടിയാൽ മതി. ഒരെണ്ണം മതിയോ അതോ 4-5 അപ്പാർട്ട്മെന്റ് വേറെ വേണം? നീ എന്തേ അപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ് വിചാരിച്ചിരിക്കുന്നത്? പച്ചക്കറി കട ചെന്നിട്ട് ഉള്ളിയും തക്കാളിയും വാങ്ങുന്ന പോലെ വിചാരിച്ചോ? എടി, കോടികൾ എണ്ണി കൊടുക്കണം. അതിന് അവന്റെ കയ്യിൽ പൈസ ഉണ്ട്, അതുകൊണ്ട് അവനത് വാങ്ങി. അപ്പാർട്ട്മെന്റ് വാങ്ങാൻ നടക്കുന്നു. എടി, ആന തുള്ളുന്നിട്ടെ അണ്ണാൻ തുള്ളാൻ നിക്കരുത്. ആ, എന്ന് വെച്ചാൽ ജീവിതകാലം മുഴുവൻ അണ്ണാനായി തന്നെ ജീവിക്കണം എന്നല്ലേ? അതെനിക്ക് പറ്റില്ല. ആദ്യം നിങ്ങളുടെ മിഡിൽ ക്ലാസ് ചിന്താഗതിയില്ലേ, അതങ്ങോട്ട് മാറ്റാൻ നോക്ക്. നമ്മൾ എന്താന്ന് അറിയിക്കുക, ദാ ഈ സ്വർണ്ണമൊക്കെ ഇങ്ങനെ ഇട്ട് നടക്കും. അവരെന്ത് ചെയ്യും? ഇതിനെ ഇങ്ങനെ പല രീതിയിൽ വിനിമയം ചെയ്തിട്ട് അപ്പാർട്ട്മെന്റും ഫ്ലാറ്റും സ്ഥലങ്ങളും ഒക്കെ ആയിട്ട് മാറ്റും. എന്നിട്ട് അതിന് ഇഷ്ടംപോലെ ലാഭം ഉണ്ടാക്കും. നിങ്ങളൊരു കാര്യം ചെയ്തോ, എന്റെ വള കൊണ്ടുവയ്ക്കോ, എന്റെ മോതിരം കൊണ്ടുവയ്ക്കോ, എന്റെ ചെയിനും കൊണ്ടുവയ്ക്കോ, പക്ഷെ അപ്പാർട്ട്മെന്റ് ആയിട്ട് തിരിച്ചു വരാൻ പറ്റും. ഓ, നീ കോടികളുടെ സ്വർണ്ണാണ് ഇട്ടുകൊണ്ട് നടക്കുന്നത് അല്ലെ? എന്നാ പിന്നെ ആ വളയും മാലയും മോതിരക്ക് വരുത്താം. ഞാൻ 2-3 അപ്പാർട്ട്മെന്റ് വാങ്ങിട്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കളിയാക്കൽ കൂടുതലാണല്ലോ. കോടികളുടെ സ്വത്ത് ഞാൻ ഇട്ട് നടക്കണമെന്നല്ല പറഞ്ഞത്. ഈ ലക്ഷങ്ങളുടെ മുതൽ കൊണ്ടുപോയിട്ട് കോടികളാക്കാനുള്ള മിടുക്ക് ഭർത്താക്കന്മാർക്ക് ഉണ്ടാവണം. ഓരോ പെണ്ണുങ്ങൾ ജീവിക്കുന്ന ജീവിത രീതി കണ്ടിട്ടുണ്ടെങ്കിൽ അവരെങ്ങനെയാണെന്നറിയോ അപ്പാർട്ട്മെന്റ് വാങ്ങുന്നത്? കുറച്ച് പൈസ മാത്രമേ ആദ്യം കൊടുത്തിട്ടുള്ളൂ. പിന്നെ അവന്റെ കുറെ ഫ്ലാറ്റ് ഇപ്പൊ തന്നെ ഏകദേശം കച്ചവടമായിട്ടുണ്ട്. അതിന് കിട്ടുന്ന വരുമാനവും അങ്ങനെയൊക്കെ മാസം എത്രയോ ലക്ഷങ്ങൾ വെച്ച് അടച്ചു കൊടുക്കും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ആദ്യം തന്നെ എത്രയോ കോടി കൊടുത്തിട്ടൊന്നും അല്ല അത് എടുത്തിരിക്കുന്നത്. അവരെല്ലാ ബിസിനസ് അങ്ങനെയാ ചെയ്യുന്നത്. എടാ, നിന്റെ ഈ പൊട്ടത്തരം പറിച്ചിട്ട് ഇതുവരെയായിട്ട് നിനക്ക് നിർത്താനായിട്ടില്ല. കയ്യിൽ നിന്ന് 1 രൂപ ഇറക്കണ്ടാന്ന്. എടി, ബാക്കിയുള്ളവർ എന്തെങ്കിലും ചെയ്തു വിചാരിച്ചിട്ട് അതേപോലെ നമ്മളും ചെയ്യണതാണോ? ഇതൊക്കെ നടക്കുന്ന വല്ല കാര്യമാണോ?
അതെ, എന്നാ പിന്നെ അപ്പാർട്ട്മെന്റ് വേണമെന്നില്ല. കുറച്ച് സ്ഥലമെങ്കിലും വാങ്ങിയിട്ട് നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും അപ്പാർട്ട്മെന്റ് കെട്ടാം. അതിനാകുമ്പോ എല്ലാം അത്രയും പൈസ ഒന്നും വേണ്ടല്ലോ, പിന്നെ എല്ലാ പൈസ ഒരുമിച്ച് കൊടുക്കുകയും വേണ്ട. ഇത് മതിയാവും. നീ എന്താടി ഇങ്ങനെ? നീ ഇങ്ങനെ തന്നെയാണോ അത് നീ വെറുതെ ഇങ്ങനെ അഭിനയിക്കുകയാണോ? നാട്ടിൽ ആരെങ്കിലും എന്തേലും ആയെങ്കിൽ അതേപോലെ നിനക്കും വേണം. അല്ലെ നിനക്ക് എവിടെ ഇല്ലാത്ത ടെൻഷൻ. അപ്പാർട്ട്മെന്റ് ഫ്ലാറ്റും വേണമെന്ന് ഒരു കാര്യം ചെയ്യും. ആ മുറ്റത്ത് പുല്ല് പറിച്ചിട്ടില്ലേ, അവിടെ പോയിട്ട് ക്ലീൻ ചെയ്യാൻ നോക്ക്. അല്ലെങ്കിൽ ഇത് നീ ചെയ്തു. ഒരു പണിയില്ലെങ്കിൽ നാട്ടുകാരെ കാര്യം അന്വേഷിക്കാൻ നടക്കുന്ന അവള്. വേർപ്പെന്താ വഴി? ശാന്തേശനോട് ഒന്നുകൂടി പോയി ചോദിച്ചിട്ടെ. ഇതൊക്കെ വീഴാനായല്ലോ. കുറച്ച് മണ്ണിട്ടുള്ളത് റെഡിയാവും. അതിന് പകരം അവിടെ ശാന്തേച്ചിന്റെയും ശാരദേച്ചിന്റെ വീട്ടിൽ ഇങ്ങനെ കറങ്ങി നടക്കുക. തൽക്കാലം ഇത് എടുക്കട്ടെ. ദിനേട്ടാ എന്താ ചെയ്യണേ? അത് അവിടെ നിക്കട്ടെ. ആ, നീ ചെയ്യാത്തോണ്ടല്ലേ നോക്ക് ഇത്രയും വലുതായ സാധനം ഇപ്പൊ വീണ് പൊട്ടിപ്പോനെ. നീയേ ആ ബാക്കിൽ നിന്ന് കൈക്കോട് എടുത്തിട്ട് വന്നേ. ഇതിന്റെ അടിയിൽ കുറച്ച് മണ്ണിടട്ടെ. അതൊക്കെ അവിടെ നിക്കട്ടെ. അതപ്പൊ വലിയ കാര്യം. ആനക്കാര്യം പറയുമ്പോഴാണ് ഒരു മുരിങ്ങക്കാര്യം. ഞാനിപ്പോ ശാന്തേശിന്റെ വീട്ടിൽ പോയതാ. അപ്പൊ അവരെന്താന്ന് പറയാ പറഞ്ഞത്, അവരുടെ മോനെ കുറച്ച് സ്ഥലം വാങ്ങിയിട്ട്, കുറച്ചെന്ന് പറഞ്ഞാൽ 2-3 ഏക്കർ സ്ഥലം വാങ്ങിയിട്ട് അതിലൊരു ഫാം തുടങ്ങിയിരിക്കാന്ന്. അതിനിപ്പോ എന്താ? അതിനിപ്പോ എന്താന്ന് നിങ്ങളെ ഇലയും പറിച്ച് നടന്നോ? അതല്ലേ ഇപ്പൊ വലിയ കാര്യം. ഓ, നിന്റെ ഇന്നത്തെ പ്രശ്നം എന്താണ്? ആ ഗിരിജേശിന്റെ മോൻ ഏതോ അപ്പാർട്ട്മെന്റ് വാങ്ങിയെന്ന് പറഞ്ഞിട്ട് ഇന്നലെ എനിക്ക് മനസമാധാനം തന്നിട്ടില്ല. ആരെങ്കിലും ഫാമോ എന്തേലും തുടങ്ങട്ടെ, അത് നിനക്കെന്താണ്? എനിക്ക് ഒന്നുമില്ല. അവരൊക്കെ അപ്പാർട്ട്മെന്റ് വാങ്ങേ, സ്ഥലം വാങ്ങേ, ഫാം തുടങ്ങി ഒക്കെ ചെയ്തോട്ടെ. ഞാനിപ്പോ കൈക്കോട്ട് എടുത്തു തരാം. നിങ്ങൾ അതിന് മണ്ണും കൂട്ടി ഇവിടെ തന്നെ അങ്ങോട്ട് ഇരുന്നോ. അതേ പറ്റൂ, വേറെ ഒന്നും പറ്റൂല. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? അതുപോലെ ഫാം തുടങ്ങണം. അങ്ങനെ ചോദിക്കും. ഫാം തുടങ്ങണം എന്നല്ല ഞാൻ പറഞ്ഞത്. അവനെ ആ ഫാമിന്റെ അടുത്ത് 2 ഏക്കർ സ്ഥലം എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ട് ചുളു വിലക്ക്. അതിൽ മീൻ കൃഷി തുടങ്ങാൻ പോവുക. അവൻ ഗൾഫിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതൊക്കെ വിട്ടിട്ട് മീൻ കൃഷിനെ കുറിച്ചും ഫാമിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ട് അതാണ് ചെയ്യാൻ പോകുന്നത്. ഭയങ്കര ലാഭമാണ് അത്ര. ലക്ഷങ്ങളെ ബിസിനസ് നടക്കുന്ന. എടി, അവനവിടെ മീൻ വളർത്തി കോളുണ്ടാക്കി എന്തെങ്കിലും ചെയ്യട്ടെ, അത് നമുക്കെന്താ? നമുക്ക് കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള കഴിവില്ല. അതിന് നീ എന്തിനാ ചൂടാവുന്നത്? പിന്നെ ചൂടാകാണ്ട് ഇതിന്റെ അടുത്ത് തന്നെ ഒരു 2 ഏക്കർ സ്ഥലം വേറെയും ഉണ്ടെന്ന്. അപ്പൊ നിങ്ങൾ അവരോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കണ്ടേ. അവൻ പറഞ്ഞു തരുമോ അത്ര മീൻ കൃഷിനെ കുറിച്ചിട്ട്? അവരെന്നോട് പറഞ്ഞതാ. നമുക്കും തുടങ്ങാന്നേ. ഓ, അപ്പൊ ഇന്നത്തെ അപ്പാർട്ട്മെന്റിന്റെ പണിയൊക്കെ ഒഴിവാക്കിയോ? ഇന്ന് മീൻ കൃഷി തുടങ്ങാനാ പ്ലാൻ? നിങ്ങൾ വിചാരിക്കണ പോലെ അല്ല. മീൻ കൃഷി അങ്ങനെ നിസ്സാര കാര്യമൊന്നുമല്ല. ഒരു മീനിന് തന്നെ 10,000-20,000 രൂപ കിട്ടുന്നൊക്കെയാ പറയുന്നത്. നമ്മൾ അതിനനുസരിച്ച് സെലക്ട് ചെയ്തിട്ട് വളർത്തണം, അത്രേ ഉള്ളൂ. പിന്നെ അപ്പാർട്ട്മെന്റ് നമുക്ക് അത് കഴിഞ്ഞിട്ട് ചെയ്യാം. ആദ്യം നമുക്ക് മീൻ കൃഷി ചെയ്യാതിനോട്ടാ പ്ലീസ്. അപ്പൊ അതിനുള്ള സ്ഥലം കൊണ്ടുവന്നിട്ട് ഇവിടെ ഇട്ട് വളർത്താനാ? ശേ, ഇവിടെ അല്ല. നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേ പ്രശാന്ത് പറഞ്ഞു അവന്റെ കസ്റ്റഡിയിൽ ഒരു 1.5 ഏക്കർ സ്ഥലം ഉണ്ട്, അവനത് ശരിയാക്കി തരാന്ന്. ഒരു 10 ലക്ഷം രൂപയാവുന്ന പറഞ്ഞേ. ചെറിയൊരു ബ്രോക്കർ ഫീസ് കൂടി കൊടുക്കണം, അത്രേ ഉള്ളൂ. ആഹാ, അത് കൊള്ളാലോ. അപ്പൊ അവൻ സ്ഥലക്കച്ചവടം തുടങ്ങിയോ? ഇതുവരെ ഇല്ല, പക്ഷെ നമുക്ക് വേണ്ടിയിട്ട് അവൻ തുടങ്ങിയത്. അങ്ങനെ ബിസിനസ് മൈൻഡുള്ള ആൾക്കാര്. ഞാൻ പറയട്ടെ ദിനേട്ടാ, 10 ലക്ഷം രൂപയ്ക്ക് നമ്മൾ ആ സ്ഥലം വാങ്ങാന്ന്. അതിന് 10 ലക്ഷം രൂപ നിന്റെ കയ്യിലുണ്ടോ എടുത്ത് കൊടുക്കാൻ? അതിനെന്തിനാ ടെൻഷൻ അടിക്കുന്നേ? ഈ മാലയില്ലേ, പിന്നെ ഈ വളയും കൊണ്ടുപോയിക്ക്. കുറച്ച് പൈസ കിട്ടില്ലേ, ബാക്കി നമുക്ക് ലോൺ എടുക്കാം. ആകെ കൂടെ കയ്യിലുള്ളതാണ് ഒരു വളയും ഒരു മാലയും. അത് വെച്ചിട്ട് അപ്പാർട്ട്മെന്റ് ഉണ്ടാക്കണം, പിന്നെ മീൻ കൃഷി തുടങ്ങണം, 2 ഏക്കർ സ്ഥലം വാങ്ങണം. നീ എവിടേക്കാ ചിന്തിച്ചുകൊണ്ട് പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നല്ലോ പെണ്ണെ. രാവിലെ മുതൽ നീ ഇവിടുത്തെ ഓരോരോ വീടുകളിൽ കയറിയിട്ട് അവിടുത്തെ വിശേഷം അന്വേഷിച്ച് നടക്കല്ലേ. എന്നാ സ്വന്തം വീട്ടിൽ കഴിക്കാൻ പലതും ഉണ്ടാക്കിയിട്ടുണ്ടോ? അതില്ല. നീ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ വിട്ടിട്ടേ വാ, നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കപ്പോ. എന്തുണ്ടാക്കാൻ? എനിക്കൊന്നും വേണ്ട. വേണം നിങ്ങൾ വേണ്ടായിക്കോ. എന്താ നിനക്ക് വേണ്ടാത്ത? എന്റെ വയറ് നിറഞ്ഞു. അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും കാര്യം കൊണ്ടുവന്നുണ്ടെങ്കിൽ ഇല്ല അല്ല എന്നല്ലേ പറയും. ചെയ്തു തരാൻ നിങ്ങളുടെ നാവ് വരും. എനിക്ക് ഒന്നും വേണ്ട ഇവിടെ. ഓ, അപ്പൊ ഇന്നത്തെ ദിവസം പോയി. ഈ ഫാം വാങ്ങുന്നതിനൊക്കെ വാങ്ങിയിട്ട് മിണ്ടാണ്ടിരുന്നൂടെ? അതൊക്കെ നിന്നോട് എഴുതാനിക്കേണ്ട കാര്യം എന്താ? ഓ, നല്ല ആളടുത്ത വന്ന് പറഞ്ഞു 1.5 ഏക്കർ ഇല്ലെങ്കിലും ഒരു 50 സെന്റെങ്കിലും വാങ്ങാൻ പറ്റിയാൽ മതിയായിരുന്നു. അത് നല്ലതാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുമ്പോ തന്നെ അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇല്ല ഇന്ന് മുഴുവൻ ചെയ്തില്ല. ഇനിയിപ്പോ നാളെ ഹെയറിൽ നന്നായിട്ട് ഷാമ്പൂ ഒക്കെ ഇട്ടിട്ടേ ഒന്ന് ചെയ്ത് നോക്കണം. സാധനം എന്തായാലും അടിപൊളിയാ. താങ്ക് യു. അത്ര തന്നെ.
അതന്നെ കൊടുത്ത്. ആ അപ്പൊ നമുക്ക് ഹെയർ സ്ട്രൈറ്റനിങ് ഒക്കെ ചെയ്തിട്ട് കാണാം. ഓ ശരി ശരി. ഇന്നെന്താണ് പുതിയൊരു സാധനം കൊണ്ട് ഇറങ്ങിയിരിക്കുന്നത്? എവിടുന്ന് കിട്ടി? ഇത് സ്ട്രൈറ്റ്നറാ. സ്ട്രെയിറ്റ്നറോ? ഇതാരും കൊടുത്തത്? ആരും തന്നതല്ല. ആരെങ്കിലും തരുമോ ഇത് ഫ്രീ ആയിട്ട്? 2500 രൂപ കൊടുത്ത് വാങ്ങിയതാ. 2500 രൂപയ്ക്കോ? അതിന് പൈസ എവിടുന്ന് കിട്ടി? പൈസയൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അത് ഞാൻ എടുത്തെടുത്തു. നിങ്ങളിങ്ങനെ നോക്കൊന്നും വേണ്ട, ആ പൈസ തന്നെ. ഞാൻ നിനക്ക് കറണ്ട് ബിൽ അടയ്ക്കുന്ന പൈസ എടുത്തിട്ട് നീ ഈ സാധനം വാങ്ങിയില്ലേ? ഇനിയിപ്പോ അതിനെന്ത് ചെയ്യും? അത് എപ്പോഴും കൃത്യമായിട്ട് അടയ്ക്കുന്ന തന്നെ അല്ലേ? KSEBിന്ന് ബില്ല് വന്നിട്ടല്ലേ ഉള്ളൂ, അല്ലാണ്ട് ഡ്യൂ ഡേറ്റ് ഒന്നും ആയിട്ടില്ലല്ലോ. അപ്പോഴത്തേക്കും കൊണ്ടുപോയിട്ട് അടയ്ക്കാം. ഡ്യൂ ഡേറ്റ് വരുമ്പോഴത്തേനും അടയ്ക്കാൻ വേണ്ടിയിട്ട് നീ പൈസ വേറെ എടുത്ത് വെച്ചിട്ടുണ്ടോ? ഇവിടെ ശമ്പളം കിട്ടി അന്ന് തീരുവാ പൈസ. ആ ചെലവ്, ഈ ചെലവ്, മറ്റേ ചെലവ് എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് പിള്ള പൈസ എടുത്തിട്ട് വേണ്ട സാധനം വാങ്ങിയിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാം വേണ്ടാത്ത, അതുകൊണ്ട് തന്നെ ഞാൻ പറയാണ്ട് വാങ്ങിയത്. അവിടുത്തെ സജിതയില്ലേ, അവൾ എന്നൊരു കല്യാണ വീട്ടിലേക്ക് പോകുന്നുണ്ട്. മുടിയൊക്കെ ഇങ്ങനെ തിളങ്ങിയിട്ട് നമുക്ക് നമ്മുടെ മുഖം അതിൽ കാണാൻ പറ്റും. ബ്യൂട്ടി പാർലറിൽ പോയിട്ട് സ്ട്രെയിറ്റനിങ്ങോ അങ്ങനെ എന്തൊക്കെയൊക്കെയോ ചെയ്തിട്ട് വന്നതാ. 15000 രൂപയും കൊടുത്തിട്ട്. ഇത് 2500 രൂപയല്ലേ കൊടുത്തുള്ളൂ. 15000 ഒന്നും കൊടുക്കാനില്ല എന്ന് പറഞ്ഞപ്പോ അവളാ പറഞ്ഞു തന്നത് ഇങ്ങനെ ഒരു സാധനം വാങ്ങിയാൽ മതി, വീട്ടിലിരുന്ന് തന്നെ ചെയ്യാന്നുള്ളത്. ഞാൻ നിങ്ങൾക്ക് നഷ്ടമൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ലാഭം ഉണ്ടാക്കിയിട്ടുള്ളൂ. അതൊക്കെ പൈസ കയ്യിലുണ്ടെങ്കിൽ ചെയ്ത പോരെ? അല്ലാണ്ട് ഇത്രയും ടൈറ്റ് അടിക്കുന്ന സമയത്ത് നിനക്ക് ചെയ്യേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? വേറെ എന്തൊക്കെ ചെലവുകളുണ്ട്. അതിന് പൈസ കയ്യിൽ വെച്ചിട്ട് നിങ്ങൾ ഇല്ലാന്ന് പറയണ്ട. 2500 മാത്രമല്ല ഉള്ളത്, ഞാൻ കണ്ടതാ. 5600 രൂപയില്ലേ, അതൊന്നും എടുത്ത് കാരണമില്ല എനിക്ക്. ഓ, അപ്പൊ അത് കണ്ടിട്ടാണല്ലേ നീ കറണ്ട് ബിൽ അടയ്ക്കുന്ന പൈസ എടുത്ത് ചെലവാക്കിയത്? അല്ല, നീ എപ്പോഴാ പൈസ ഉണ്ട്? കഴിഞ്ഞ ചൊവ്വാഴ്ച. ആണല്ലേ? എന്നിട്ട് അന്ന് വൈകുന്നേരം സിനിമയ്ക്ക് പോയത് നിനക്ക് ഓർമ്മയുണ്ടോ? ഉണ്ട്. അതിനിപ്പോ എന്താ? ആ, അങ്ങനെ ചോദിക്കും. ടിക്കറ്റിന് എത്ര കോസ്റ്റ് എന്നറിയോ? 300 രൂപ. എനിക്കും നിനക്കും കുഞ്ഞിനും കൂടെ ടോട്ടൽ വന്നത് 900 രൂപ. അറിയോ അത്? 900? അല്ലാണ്ട് പിന്നെ അവിടെ ചെന്ന് വെറുതെ സിനിമ കാണാൻ പറ്റുമോ? പിന്നെ ഇന്റർവെൽ ടൈമിൽ എല്ലാവരും കയ്യിൽ പോപ്കോൺ ആണ്, കുട്ടിക്കും വേണമെന്ന് പറഞ്ഞിട്ട് നീനോട് പറഞ്ഞില്ലേ വാങ്ങിക്കൊണ്ടുവരാൻ. എന്നിട്ട് ഞാൻ എത്ര രൂപേന്റെ വാങ്ങിയെന്ന് വിചാരിച്ചേ? 550 രൂപയായിരുന്നു. 550? ആ, പിന്നെ തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് പുറത്തുനിന്ന് എവിടുന്നേലും ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞപ്പോ നീ എന്താ പറഞ്ഞേ? അയ്യോ അത് പറ്റില്ല, മോളെന്ന് തന്നെ വേണമെന്ന്. എന്നിട്ടോ പിസ്സ മോന്, നിനക്ക് KFC, അതിനൊന്നും പൈസ വേണ്ടേ? അതും കഴിഞ്ഞ് വീട്ടിലേക്ക് ബസ്സിന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നീ എന്താ ചെയ്ത്? ഓട്ടോറിക്ഷ തന്നെ പോണെന്ന് പറഞ്ഞ് മസിൽ പിടിച്ച് നമ്മൾ ഓട്ടോയ്ക്ക് വന്നു. അവൻ ഇവിടെ വരെ കൊണ്ടുവിട്ടതിന് 450 രൂപ ചാർജ് ചെയ്തത്. അറിയോ നിനക്ക് ഇതൊക്കെ? അതൊക്കെ ഒന്ന് എഴുതി കൂട്ടി നോക്ക്, അപ്പൊ അറിയാം എത്ര രൂപ അന്ന് ഒരു ദിവസം ചെലവായത്. ഞാനൊരു കാര്യം പറഞ്ഞുതരാം. കറണ്ട് ബില്ലിന്റെ മുഴുവൻ പൈസ ഞാൻ നിന്റെ തന്നതാ. അത് നീ എവിടുന്നാണെങ്കിലും ഉണ്ടാക്കിയിട്ട് അടച്ചേ പറ്റൂ. ഇനി എന്നോട് ചോദിക്കാൻ നിൽക്കരുത്, പറഞ്ഞില്ലെന്ന് വേണ്ട. ഞാൻ എവിടെ നിന്ന് എടുത്തു കൊടുക്കാനാ? വേണ്ടിയില്ലേ? ആന്റി, എന്താ മോനെ? ആന്റി എന്റെ അമ്മനോട് പൈസ ചോദിച്ചില്ലേ? ഇതാ പൈസ. ആ, പക്ഷെ മോന്റെ അമ്മ എവിടെ? അമ്മ കുറച്ച് ബിസി, അതുകൊണ്ട് എന്റെ കയ്യിൽ തന്നത് 1000 രൂപയുള്ളൂ. ആയിക്കോട്ടെ, താ മോനെ. ആന്റി വേഗം തന്നെ, എനിക്ക് സ്കൂളിൽ ഫീസ് അടിക്കാണ്. ഇതാര് പറഞ്ഞതാ? അമ്മ ഇവിടെ പറയാൻ വേണ്ടി പറഞ്ഞു വിട്ടതാ. ഇത് അമ്മ പറഞ്ഞതാ? ഓ ആയിക്കോട്ടെ, സ്കൂളിൽ ഫീസ് അടയ്ക്കുന്ന 2 ദിവസം മുമ്പ് ഞാൻ പൈസ തരാം, പോരെ? ആന്റി ആന്റി മറക്കാണ്ട് തിരിച്ചു തരണം കേട്ടോ. എന്തൊരു സാധനാണെന്ന് നോക്കണേ. പൈസ കുഞ്ഞിന്റെ കൊടുത്തു വിട്ടിരിക്കണം. മനുഷ്യനെ നാടൻ കെടുത്താൻ വേണ്ടിയിട്ട്. അത് പറഞ്ഞു 1000 രൂപ, 2500 ചോദിച്ചിട്ട്. ഇവിടുന്ന് എന്തൊക്കെ വാങ്ങിക്കൊണ്ട് പോകലുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, കഴിഞ്ഞ ദിവസം വെളിച്ചെണ്ണ വരെ ഞാൻ കൊടുത്തു വിട്ടു. സ്കൂൾ ഫീസ് അടയ്ക്കാനാണ് അത്ര കുട്ടിക്ക്. നോണ പറയാ. ഇവള് എന്നോട് ചെയ്തതിനെ നീ പൈസ ഇന്ന് തന്നെ തിരിച്ചു കൊടുക്കണം. എനിക്ക് നിന്റെ പൈസ വേണ്ട, വേറെ ശരിയായി പറഞ്ഞിട്ട്. പക്ഷെ വേറെ ശരിയായിട്ടില്ലല്ലോ.
എന്തായാലും 1000 രൂപയല്ലേ ഉള്ളൂ, അതുകൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ പറ്റൂല. ഒരു കാര്യം ചെയ്യാം, അമ്മേനോട് പൈസ ചോദിക്കാം, എന്നിട്ട് ഈ പൈസ ഞാൻ കൊണ്ടേ തിരിച്ചു കൊടുക്കും. നിക്ക്. അമ്മേ, എന്താ അമ്മ ഇവിടെ സുഖാണോ? എന്ത് പ്രശ്നം? എത്ര ദിവസമായിട്ട്? 2500 രൂപ എടുക്കാനുണ്ടാവോ? ഞാൻ എവിടുന്ന്? ഏട്ടൻ വന്നാ ചോദിച്ചു നോക്കാം. ഓ, എന്തൊരു കഷ്ടം. എടാ, ഈ അയൺ ബോക്സ് വർക്ക് ആവുന്നില്ലല്ലോ, എന്താ കംപ്ലൈന്റാ? അത് കംപ്ലൈന്റ് ആയി. നിനക്കെന്തൊരു ടെൻഷൻ? കറണ്ട് ബില്ല് അടയ്ക്കാൻ പൈസ കിട്ടിയില്ലേ? പൈസ ഒന്നും ശരിയായില്ല. ആ ദീപിക റാണിനോടാണ് 2500 ചോദിച്ചത്. അവളെ മോനെ വിട്ടിരിക്കുക 1000 രൂപയും കൊണ്ട്. എന്നിട്ട് അവന് ഈ വെള്ളിയാഴ്ച സ്കൂൾ ഫീസ് കെട്ടാൻ വേണ്ടിയതാണ്, അന്നേരം തിരിച്ചു കൊടുക്കണം, മറക്കല്ലേ ആന്റി എന്ന് പറഞ്ഞു പോയി. മനുഷ്യനെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇറങ്ങിയതാണ്. ഞാൻ ഇപ്പൊ അമ്മേനെ വിളിച്ചു നോക്കിയതാ. ഇപ്പൊ ഒലയ്ക്ക് ചെന്ന് മദ്ദളത്തിനോട് കംപ്ലൈന്റ് പറയുന്ന പോലെ ആയിപ്പോയി. അവിടെ അതിനേക്കാളും പ്രശ്നം. അച്ഛൻ 4 ദിവസമായി പണിക്ക് പോയിട്ടെന്ന്. ഇങ്ങോട്ട് വിളിച്ചിട്ട് പൈസ ചോദിച്ചാലും മോശമല്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാൻ നോക്കി കാത്തിരിക്കുകയായിരുന്നു. ഞാൻ 2500 ചോദിച്ചപ്പോ അമ്മ ഇങ്ങോട്ടേക്ക് 3000 ചോദിക്കുന്നു. വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങണം, അതിന്റെ ലിസ്റ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, വീടിയെ കൊണ്ട് കൊടുക്കാനാണ്. അരിയും ഒന്നുമില്ല. എനിക്കറിയില്ല ഇപ്പൊ എന്താ ചെയ്യേണ്ടത്. 1000 രൂപയുണ്ട്. ഇത് അമ്മയ്ക്ക് കൊടുക്കുകയാണോ അതിലും 1500 കൂടി ചേർത്ത് കറണ്ട് ബില്ല് അടയ്ക്കാണ്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താ അവസ്ഥ അല്ലേ? ഒരൊറ്റ സാധനം നീ എക്സ്ട്രാ വാങ്ങിയത് പ്രാവശ്യം, നിന്റെ ഹെയർ സ്ട്രൈറ്റ്നർ. അപ്പോഴത്തേനും നമ്മുടെ സാമ്പത്തിക നില മൊത്തം താറുമാറായി. അപ്പൊ നീ ആലോചിച്ച് നോക്ക്, വലിയ ലക്ഷങ്ങളുടെയും കോടികളുടെ അപ്പാർട്ട്മെന്റും പിന്നെ മീൻ വളർത്താൻ വലിയ കുളവും സ്ഥലമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെ സ്ഥിതി? എന്തായാലും നിന്റെ ആഗ്രഹമല്ലേ സ്വന്തമായിട്ടൊരു അപ്പാർട്ട്മെന്റ് വേണമെന്നുള്ളത്. അതുകൊണ്ടേ ഞാനൊരു ബ്ലേഡുകാരനോട് 50 ലക്ഷം രൂപ പറഞ്ഞു വെച്ചിട്ടുണ്ട്, പുള്ളി തരും. പിന്നെ അപ്പാർട്ട്മെന്റ് വേണ്ട ബാക്കി പൈസ മുഴുവൻ നമുക്ക് ലോൺ ഇടാം. പിന്നെ ഈ പൈസ നമുക്ക് മെല്ലെ ഈ ഫ്ലാറ്റ് ഒക്കെ വാടകയ്ക്ക് കൊടുത്തിട്ടും വിറ്റിട്ടൊക്കെ ലാഭം കിട്ടൂലേ, അതിന് കിട്ടുന്ന പൈസ എടുത്തിട്ട് അങ്ങോട്ട് അടച്ചു തീർത്താൽ മതി. ഇതാ നിങ്ങൾ വെറുതെ പൊട്ടത്തരൊന്നും കാണിക്കാൻ നിൽക്കരുതേ. ഈ 1000 രൂപ തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ കറണ്ട് ബില്ല് അടിക്കുന്ന ഞാൻ ശരിക്കും ഞാൻ ആ ദീപിക റാണിക്ക് പറഞ്ഞത് 2 ദിവസം ഈ പൈസ തിരിച്ചു കൊടുക്കണം. 21-ാം തീയതി കറക്റ്റ് ആയിട്ട് കറണ്ട് ബില്ല് അടിക്കണം. അമ്മയും ചോദിച്ചിരിക്കും 3000 രൂപ. ഇതൊക്കെ എന്ത് ചെയ്യുന്ന ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കാൻ ഞാൻ. അതിനിടയ്ക്ക് നിങ്ങൾ ബ്ലേഡുകാരോട് 50 ലക്ഷം വാങ്ങിയിട്ട് ബാക്കി മുഴുവൻ നമ്മൾ കടത്തിൽ മുങ്ങി കുളിക്കാനാ. അപ്പൊ നിനക്ക് അപ്പാർട്ട്മെന്റ് വേണ്ടേ? വേണ്ട. മീൻകുളം വേണ്ട. 2 ഏക്കർ സ്ഥലം വേണമെന്ന് പറഞ്ഞത്? ഒന്നും വേണ്ട, സമാധാനം മാത്രം മതി. ഇപ്പൊ നിനക്ക് മനസ്സിലായോ? എടി, നമ്മൾ നമ്മുടെ പരിമിതികൾ അറിഞ്ഞു വേണം ജീവിക്കാൻ. കയ്യിലുള്ളത് കൊണ്ട് സന്തോഷത്തോടെ ജീവിക്കാൻ പഠിക്കണം. അല്ലാണ്ട് നമ്മുടെ അയൽവാസി വലിയൊരു കാറ് വാങ്ങി എനിക്ക് അതിനേക്കാളും വലിയ കാറ് വേണം, അല്ലെങ്കിൽ അവൻ വലിയ 10 നിലേന്റെ അപ്പാർട്ട്മെന്റ് വാങ്ങി എനിക്ക് 15 നിലേന്റെ അപ്പാർട്ട്മെന്റ് വേണം, 2 ഏക്കർ മീൻകുളം വാങ്ങി എനിക്ക് 5 ഏക്കർ മീൻകുളം വേണം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നടന്നിട്ടുണ്ടെങ്കിലേ അതിന് മാത്രമേ നമുക്ക് നേരം ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് ജീവിതത്തിൽ സമാധാനം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. നമ്മളായിട്ട് ജീവിക്കാൻ പഠിക്കും. ഇനി മുതലേ അയൽവക്കത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ടെൻഷൻ അടിക്കുന്നതിന് പകരം നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി സന്തോഷത്തോടെ ജീവിക്കാൻ പഠിക്കും. അവരുടെ കഴിവിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്, അതുപോലെ നമുക്ക് നമ്മുടെ കഴിവിനനുസരിച്ച് ചെയ്യാം. അതായത് കറണ്ട് ബില്ലിന് വാങ്ങി 1000 രൂപയില്ലേ, അത് തിരിച്ചു കൊടുത്തേക്ക്, ഞാൻ അടച്ചോളാം പൈസ.